അടുത്തതായി നമുക്ക് ക്ഷണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരാളെയാണ്. അതാരാണ്? ഒരു മിമിക്രി കലാകാരനാണ്. നമുക്കെല്ലാം അറിയാവുന്ന പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കലാകാരനാണ്. സാധാരണ നമുക്ക് മിമിക്രി കലാകാരന്മാർക്ക് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. ആ സിനിമ പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ അത് തമിഴിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വന്നതിന് ശേഷം വിശദമായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കലാകാരനെ ഹാർദമായി സ്വാഗതം ചെയ്യാം. വെൽക്കം ഫിറോസ്. ഫിറോസ് നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇപ്പം ഇന്ന് ജീവയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കാണുന്നത്. ബാക്കിയുള്ള പരിപാടികളൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ നല്ല ജീവനുണ്ടെന്നാലും ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് ജീവൻ കുറയരുത്. അതെ അതെ അതെ. അല്ല, ഫിറോസിനെ കണ്ടിട്ട് കുറെ നാളായിട്ടാ. ഒരു 3-3.5 വർഷത്തോളം അന്തർമുഖനായിരുന്നു. അപ്പൊ ഈ പറഞ്ഞോട്ട് പെർഫോമൻസിൽ ജീവൻ കളയാതിരുന്ന മതി. അതുണ്ടാവില്ലേ നമുക്കറിയാം, കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, ഇഷ്ടംമാരെ കണ്ടിട്ടുണ്ട്. ഫിറോസ് ഭായ് ഇതൊരു 3 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ഇഷ്ടമാണ് വരുന്നതല്ലേ? അതെ അതെ. ഞാനും മുന്നേ കണ്ടിട്ടുണ്ട് ഫിറോസ് ഭായ്. അതെ അതെ അതെ. എന്താ ഈ 3 വർഷം എവിടെയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നടക്കുക? അതെ അതെ. ഞാൻ ആർട്ടിസ്റ്റായിട്ടാണ് നമ്മുടെ മിമിക്രിയിലും ടെലിവിഷനിലും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അണിയറ പ്രവർത്തകനായിട്ട് മാറി, കണ്ടന്റ് മേക്കിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ ആയിട്ട് മാറി. ഒരു തമിഴ് സിനിമ നിർമ്മിച്ച്, അതെ അതെ അതെ, അങ്കമ്മാൾ എന്ന് പറയുന്ന ഒരു ഉഗ്രൻ സിനിമ, ഒരു ഉഗ്രൻ ഗൈഡ് കൊടുക്കണം. കാര്യം അത് എഴുതിയിരിക്കുന്നത് പെരുമാൾ മുരുകനാണ്. അതെ അതെ. പെരുമാൾ മുരുകൻ സാറിന്റെ കഥയാണ് സ്ക്രിപ്റ്റ് ആക്കിയിരിക്കുന്നത് നമ്മുടെ ബിപിൻ രാധാകൃഷ്ണൻ ഡയറക്ടർ തന്നെയാണ്. ഓക്കെ. പെരുമാൾ മുരുകന്റെ കോടിത്തുണി എന്ന് പറയുന്ന ഒരു 1997 പുറത്തിറങ്ങിയ ഒരു ചെറുകഥ ഉണ്ടായിരുന്നു. ഓക്കെ. ആ ഒരു 4 പേജുള്ള ചെറുകഥയാണ്. അതിന്റെ ഒരു കോർ ഐഡിയ ആണ് നമ്മുടെ പടമായിട്ട് വളർന്നിരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അറിയാലോ, ഒരു പടം തമിഴ്നാട്ടിലെ തിയേറ്ററിലും ഇവിടുത്തെ തിയേറ്ററിലും വന്നപ്പോൾ OTT-ലും ഉണ്ട്. നമ്മുടെ മാമി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായിരുന്നു പടം ആദ്യമായിട്ട് പ്രീമിയർ ചെയ്തത്. IFFK ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ന്യൂയോർക്ക് അടിപൊളി. അത് തന്നെയല്ല, നമ്മൾ മിമിക്രിക്കാരൊക്കെ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം അഭിനയിക്കാനാ നോക്കുള്ളൂ അല്ലേ? ഞാൻ ഒരുപാട് അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചു നടന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊന്നും കൈ വെക്കാതെ നല്ലൊരു സിനിമ നമുക്ക് ഇറക്കണം. ആ ഒരു പ്ലാൻ എനിക്കിപ്പോൾ ഈ ട്രെയിലർ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായി. എന്തായാലും അത് കയ്യടി തരേണ്ട ഒരു കാര്യമാണ് എന്തായാലും. ഫിറോസെ, സ്പെഷ്യൽ ക്യാമറ അടിപൊളിയായിട്ടല്ലേ? ഞാൻ പറയായിരുന്നു നമ്മുടെ ഇവിടെ റിലീസായല്ലോ അല്ലേ? ഇവിടെ റിലീസായി അത് കഴിഞ്ഞ OTT-ൽ എത്തി. അടിപൊളി. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ലൈഫ് വെച്ചിട്ടാണ്. അല്ല, തീർച്ചയായിട്ടും ഫിറോസെ, അതൊരു വലിയ എന്താ അറിയോ, ഭയങ്കര നേട്ടമാണ്. കാരണം നമ്മുടെ പാഷന് കുറേ 3 വർഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിന്റെ പുറകെ നടന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതിന് ഫിറോസെ നമിച്ചിരിക്കുന്നു കേട്ടോ. താങ്ക് യു കേട്ടോ. അപ്പോൾ ഫിറോസെ, ഇനി നമുക്ക് ഫിറോസിന്റെ കലയിലേക്ക് പോവാം. നമുക്ക് ആ 3 വർഷം മാറുന്ന എല്ലാം കൂടെ. അതെ അതെ. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ചേട്ടാ. കാര്യം എന്നാലും നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ആഗ്രഹമാണ്, എന്നാലും സ്റ്റേജിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ ചെയ്യണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു ഗ്യാപ്പുണ്ട്. നാട്ടിലൊക്കെ പോയിട്ട് വന്നേ. തമിഴ് നടന്മാരുടെ പലരും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും നമ്മൾ പണ്ട് മുതലേ അറിയാവുന്ന കാര്യം, ഈ ഹീറോയിസം കാണിക്കാൻ 3 രീതി ലുക്കും തലയും പിടിക്കുന്ന കാറ്റഗറി നടന്മാരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അങ്കമ്മാൾ എല്ലാവരും കാണാൻ പറയണമെങ്കിൽ ഒരു തന്ത്രം ഉപയോഗിച്ച് അവരെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അല്ല, അങ്ങനല്ല, ഞാൻ അനുകരിക്കുകയല്ല, അവരുടെ ശൈലി പറയുകയാണ്. ഈ കമലഹാസൻ സാറൊക്കെ താത്തു വെച്ച് അങ്കമ്മാളി എല്ലാവരും വന്ന് കാണണം ഒന്നും പറഞ്ഞിട്ട് പറയും. വിജയ് സാർ ഇതുപോലെ അങ്കമ്മാൾ ഒന്ന് പാരുങ്ക പറഞ്ഞിട്ട് പറയാം. കുറച്ചുകൂടെ തല ഉയർത്തിപ്പിടിക്കുന്നത് രജനി സാറെ. തല ഉയർത്തിപ്പിടിക്കുന്ന കാറ്റഗറിയിലെ ബോഡി ഇങ്ങനെ വെച്ചോണ്ട് എന്നാ അങ്കമ്മ വന്ന് പാരുങ്ക. കമലഹാസൻ സാറിൻ്റെ വേറൊരു സാധനം പറയാനാണെങ്കിൽ, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഒരാഗ്രഹമായിരുന്നു ഒരു ഐറ്റം ചെയ്യണമെന്ന്. ഇപ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്യുന്നതിൻ്റെ അല്ല. അതായത് നമുക്കെല്ലാവർക്കും അറിയാം കടവുൾ അമൈത്തു വെച്ച മേട എന്നുള്ള പാട്ട്. കടവുൾ അമൈത്തു വെച്ച മേട, ഈ പാട്ട് കമൽ സാർ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് പാടുന്ന ഒരിതാണ്. അതിനകത്തിൽ മിമിക്രി ഉണ്ട്. ആ പാട്ട്, അതിനകത്ത് മിമിക്രിയും പാട്ടും കൂടെ ചേർത്താണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പം അത് ഞാനൊന്ന് ചെയ്യാം. നിങ്ങളുടെ ലൈവ് ഓർക്കസ്ട്ര നിങ്ങളുടെ കയ്യിലാണ്, നല്ല ക്ലാപ്പ് തരണം. ഞാൻ ആ പാട്ട് തുടങ്ങുന്നത് തന്നെ கடவுள் அமைத்து வைத்த மேடை இணைக்கும் கல்யாண மாலை. லா லா லா. கடவுள் அமைத்து வைத்த மேடை இணைக்கும் கல்யாண மாலை. இன்னார்க்கு இன்னார் என்று எழுதி வைத்தாலே தேவன் அன்று. இன்னார்க்கு இன்னார் என்று எழுதி வைத்தாலே தேவன் அன்று.
கடவுள் அமைத்து வைத்த மேடை இணைக்கும் கல்யாண மாலை. நான் ஒரு விகடகவி. இன்று நான் ஒரு கதை சொல்லப் போகிறேன். ஓங்கிய கொடும் காடு, அங்கே உயர்ந்தி ஒரு ஆலமரம். அந்த ஆலமரத்திலே, அந்த அற்புத வனத்திலே ஆண்கிளி இரண்டுண்டு, பெண்கிளி இரண்டு, அங்கேயும் ஆசையுண்டு. அதில் ஒரு பெண்கிளி, அதனிடம் ஆண்கிளி, இரண்டுக்கும் மயக்கமுண்டு. அன்பே, ஆருயிரே, என் அத்தான். கடவுள் அமைத்து வைத்த மேடை இணைக்கும் கல்யாண மாலை. கொட்டும் முழக்கங்கள், கல்யாண மேளங்கள், கொண்டாட்டம் கூறுதம்மா. கன்றோடு பசு வந்து கல்யாண பெண் பார்த்து வாய் கொண்டு தூடுதம்மா. பொன்வென்று பிள்ளைகள் போல் வந்து முயல்கள் ஆங்கிலம் பாடுதம்மா. Wish you happy life, happy married life. ഓക്കെ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. കയ്യിൽ കൊടുക്കണം. ഒരുപാട് സ്റ്റാർസിനെ വേറെ ചെയ്യില്ലേ ഫിറോസ്? ഇഷ്ടംപോലെ സ്റ്റാർസിനെ ചെയ്യില്ലേ? ഞാൻ രജനി സാറിന്റെ ഒരു പഴയ യന്ത്രൻ അതിലെ ഡയലോഗ്, ശരി, ശരി. പുള്ളിയുടെ ഒരു ഡബിങ് സാധനം പറയും. ഓക്കെ. இந்த ரூமுக்கு மேலே சாப்பாடு கொண்டு கொடுத்துருக்கு. 10 நிமிஷம் கேமரா வேலை செய்யல. 1 தேதி மரம் மாற்றம், கரண்ட் கட்டு, ஜெனரேட்டர் தண்ணி. വസീകരംഗത്ത് ആയിരിക്കാ. പിന്നുള്ളത് മെയില് ഫീമെയിലൊക്കെ നമ്മൾ പാടത്തില്ലേ? മെയില് ഫീമെയില് പാടുമ്പം ഉദാഹരണത്തിന് മലരേ മൗനമാ മൗനമേ വേദമാ மலர்கள் பேசுமா, பேசினால் ஓயுமா அன்பு. മലരേ. അത് നമ്മൾ കള്ളത്തൊണ്ട പാടുന്ന ഇതാണല്ലോ. നമ്മൾ മെയിൽ വോയിസ് തന്നെ ഫീമെയിൽ വോയിസ് ആക്കി പാടുന്നത്. കാനന ചായയിലാടുമിക്കാൻ ഞാനും പോരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ചായയിലാടുമിക്കാൻ ഞാനും പോരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അങ്ങനെ മെയിൽ ഫീമെയിൽ പാട്ട്. അടിപൊളി. അടിപൊളി അടിപൊളി അടിപൊളി. പൊളിച്ചു ഫിറോസേ. താങ്ക് യു. ഞങ്ങള് ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നു. അതെ 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 അതെ. എല്ലാ ആശംസകളും. കാര്യം നമുക്കൊക്കെ അഭിമാനമുണ്ട്. മിമിക്രി വേദിയിൽ നിന്ന് വന്ന ഒരാൾ ഒരു 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പാഷന് വേണ്ടി പുറകെ നടന്ന് എല്ലാം മാറ്റിവെച്ചൊരു നല്ല സിനിമ അതെ അതെ അതെ. തമിഴ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അതും ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ വെച്ച് ആ സാധനം പ്രസൻറ്റ് ചെയ്തു. അത് തന്നെ വലിയൊരു നേട്ടമാണ്. അതിലുപരി ഇന്ന് ഈ വേദിയിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാർസിനെ പെർഫോം ചെയ്തതിനും ഞങ്ങളുടെ വകയായി, ഐറ്റം വേറയുടെ വകയായി ഒരു വലിയ കൈയടി ഞങ്ങൾക്ക് സമ്മാനിക്കുകയാണ്.